എനിക്കങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കങ്ങനെ വലിയൊരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പോഴെന്നല്ല, ഞാനൊരു ചെറിയ പ്രായം തൊട്ടേ ഞാനിത് ശ്രദ്ധിക്കുന്നതാണ്. ഞാനൊരു കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടോ എന്നെ ആരെങ്കിലും ഞാൻ ചെയ്തൊരു കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്തതായിട്ടോ ഒന്നും തന്നെ എൻ്റെ ഓർമ്മയിലില്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കണ്ടിന്യൂസ് ആളുടെ ഒരു കുറവുകളെ പറ്റി നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എപ്പോഴും സ്വയം കുറ്റപ്പെടുത്താതെ അല്പം സെൽഫ് കമ്പാഷനേറ്റായി കുറച്ച് നമ്മളെ ഒന്ന് സ്നേഹിക്കുന്നത് പോലെ വളരെ കൈൻഡായിട്ടും നമ്മളോടൊന്ന് സംസാരിക്കണം. എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്ന അത്ര നല്ലൊരു കാര്യമല്ല. കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യും, സന്തോഷം നഷ്ടപ്പെടും, അപ്പോൾ അതൊക്കെ ഡിപ്രഷനിലേക്കൊക്കെ വീണു പോകാൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ കൈൻഡ് ആവുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നതൊക്കെ എങ്ങനെ എന്നെ മാറ്റാൻ പറ്റുക? ഉറപ്പായിട്ടും ആൾക്ക് കൺഫ്യൂഷൻ തോന്നും. കാരണം ഇത്രയും വർഷമായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലേ. ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ ആരും ആളോട് സംസാരിക്കുകയോ അതിനനുസരിച്ചുള്ളൊരു അനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒന്ന് സംസാരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം. എങ്ങനെയായിരിക്കും നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ പറ്റുക? നമുക്ക് ഇതുവരെ ഇല്ലാത്ത കോൺഫിഡൻസ് എങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കഴിവിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിച്ച് വന്നിരുന്നത്, നമ്മളൊരു നിശ്ചിത പ്രായത്തിൽ, മേ ബി ഒരു 20-25 വയസ്സിലൊക്കെ ഒരു കാര്യം പഠിച്ചതാണ്. അതിനുശേഷം പ്രായമായി കഴിയുമ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടോ 50 വയസ്സ് കഴിഞ്ഞിട്ടോ ഒന്നും തന്നെ നമുക്ക് പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിങ്ങനെ പുതിയ കണക്ഷൻസ് ഫോം ചെയ്യുന്ന രീതിയിൽ അതിന് പ്രാപ്തിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ കാണരുത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം കഴിവുകൾ നമ്മുടെ ബ്രെയിൻ ഉണ്ടെന്നുള്ളതാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഇഷ്യൂ ആവട്ടെ, എന്തും ആവട്ടെ, നമ്മൾ പുതിയ രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ കണക്ഷൻസ് ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്? നമ്മൾ കാർ ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു പ്രാക്ടീസിലൂടെ നമ്മൾ മോട്ടിവേറ്റഡായി നമ്മളെ തന്നെ പ്രചോദനം കൊടുത്തുകൊണ്ടാണ് നമ്മളിത് പഠിച്ചത് അല്ലേ? അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ വിചാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത് നമുക്ക് നടക്കാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ റിപ്പീറ്റഡായി നല്ല രീതിയിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മൾ പതുക്കെ സംസാരിച്ച് തുടങ്ങുകയും പുതിയ ബ്രെയിൻ കണക്ഷൻ ബ്രെയിനിൽ ഫോം ചെയ്യണം. പുതിയ മെമ്മറീസ്, അതായത് ഞാൻ എന്നെ പതുക്കെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി, ഞാൻ ജീവിതത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറി തുടങ്ങി, ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് വരുന്ന രീതിയിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പതുക്കെ പുതിയ രീതിയിലേക്ക് ജീവിതം മാറുകയാണ്. ഞാൻ എന്നെ കുറ്റം പറയണ്ട, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് പേടിയുള്ളൊരു കാര്യത്തെ ഞാൻ ചെയ്തു, എന്നെക്കൊണ്ട് സാധിച്ചു, അപ്പോൾ അതൊരു പ്രൂഫ് നമുക്ക് കിട്ടിയല്ലേ? ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം. സെൽഫ് ബ്ലെയിമിങ് എപ്പോഴും അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. കാരണം നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഈ കോൺഫിഡൻസ് കുറവുള്ള ആളുകളുടെ കാര്യം നമ്മൾ വിചാരിക്കുക അവർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് കഴിവില്ല എന്നൊക്കെ. അങ്ങനെയല്ല. പലരും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും, ഒരുപാട് കഴിവുകളും ഐഡിയാസും ഉള്ളവരായിരിക്കും. പക്ഷേ ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്നുള്ള സെൽഫ് ഡൗട്ടിൽ അവർ പലപ്പോഴും അവരുടെ കഴിവുകൾ പുറമേ കാണിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു ബ്രെയിൻ കണക്ഷൻ നമുക്ക് ഫോം ചെയ്യണം. അതിനായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം.